Hello friends, I'm Shri Kutti and welcome to my YouTube channel Kerala Cuisine. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചിക്കൻ പക്കോടി മിന്റ് ചട്നിയുമായിട്ടാണ്. ഇതൊരു അടിപൊളി കോമ്പിനേഷൻ ആണ്. നമുക്കൊരു ഈവനിങ് സ്നാക്ക് ആയിട്ടോ അല്ലെങ്കിൽ സ്റ്റാർട്ടർ ആയിട്ടോ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഡിഷാണ്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കടക്കാം. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാമാണ് നമുക്ക് പക്കോട ഉണ്ടാക്കാൻ വേണ്ടത്. ചിക്കൻ ചെറിയ പീസുകളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ബോൺലെസ് ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ബോൺലെസ് തൈ പീസുകളാണ് എടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ ചിക്കൻ ബ്രസ്റ്റ് പീസും എടുക്കാം, അല്ലെങ്കിൽ വോൾ ചിക്കൻ എടുത്താലും ഒരു കുഴപ്പമില്ല. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ചിക്കൻ വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. പക്ഷേ വോൾ ചിക്കനൊക്കെ എടുക്കുമ്പോൾ ചെറിയ പീസുകളായിട്ട് മുറിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ബോണുള്ളതുകൊണ്ട് തന്നെ കുക്കായിട്ട് വരാൻ കുറച്ച് ടൈം എടുക്കും. ഇനി ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ട മസാലകൾ റെഡിയാക്കിയിട്ട് എടുക്കാം. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി. ഇത് ചെറിയ ജീരകം പൊടിച്ച പൊടിയാണ്. ഇനിയിപ്പോൾ ജീരകപ്പൊടി ഇഷ്ടമില്ലെങ്കിൽ 1/2 ടീസ്പൂൺ ഉള്ളത് 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതി. അതുപോലെ തന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടുതൽ ചേർത്ത് കൊടുക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നൈസായിട്ട് പൊടിച്ചിട്ടുള്ള അരിപ്പൊടിയാണ്. നമ്മൾ ഈ പത്തിരി ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടി. അതിലേക്ക് വലിയ 3 ടേബിൾ സ്പൂൺ കടലമാവ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും കുറച്ച് കറിവേപ്പില അരിഞ്ഞു വെച്ചതും ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വീണ്ടും എല്ലാ പൊടികളും ഒന്നുകൂടെ ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഓരോ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററായിട്ട് എടുക്കണം. ഈ സമയത്ത് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പോ എരിവോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ടേസ്റ്റോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്കതിന് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ കൈ ഉപയോഗിച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. വേണമെങ്കിൽ സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്യാം. അതുപോലെ തന്നെ വേണമെങ്കിൽ ഗ്ലൗസും യൂസ് ചെയ്യാവുന്നതാണ്. കാരണം ഈ മുളക് പൊടിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് ചിലപ്പോൾ കൈ എരിയാൻ ചാൻസ് ഉണ്ട്. ഈ മസാല പറ്റുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ നല്ല തിക്ക് മസാല കോട്ട് നമ്മുടെ ചിക്കൻ്റെ മേലെ വരണം. എന്നാൽ മാത്രമേ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്ന ടൈമിൽ നല്ല ക്രിസ്പി ആൻഡ് നല്ല അടിപൊളിയായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കണേ. ഇനി ഇൻ കേസ് മസാല കുറഞ്ഞു പോയാലും കുറച്ച് കടലപ്പൊടിയും കുറച്ച് മുളക് പൊടിയൊക്കെ ഒന്നും കൂടെ ആഡ് ചെയ്തിട്ട് നല്ല തിക്ക് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുക. അതിനുശേഷം നമുക്കൊരു 1 അവറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഓവർനൈറ്റ് വെച്ചാലും കുഴപ്പമില്ല. അതിനുശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കടായി നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചധികം ഓയിൽ ആവശ്യമുണ്ട്. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചിക്കനെല്ലാം ഓരോ പീസുകളായിട്ട് എടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം, കയ്യുമ്മയ്ക്കൊന്നും തെറിക്കാതെ ശ്രദ്ധിക്കണേ. എണ്ണയെല്ലാം നന്നായിട്ട് ചൂടായി വരണം. ഒരു ആവി എണ്ണയിൽ നിന്ന് വന്നു തുടങ്ങും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ആ സമയത്ത് മാത്രം ചിക്കൻ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ചിക്കൻ്റെ ആ മസാല കോട്ടിംഗ് എല്ലാം എണ്ണയിലേക്ക് സ്പ്രെഡായിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു കളറായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് പച്ചമുളക് മുറിച്ചതും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. അതൊരു നല്ലൊരു ഫ്ലേവറാണ് ഈ പക്കോട ഫ്രൈ ആയിട്ട് വരുമ്പോൾ കഴിക്കാൻ. പച്ചമുളകൊക്കെ ഏത് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അത് ഇവിടെ ഉണ്ടായിട്ടുള്ളതുകൊണ്ടാണ്. ഇനി നമ്മളതിൽ അതില്ലെങ്കിലൊന്നും ഒരു പ്രശ്നവുമില്ല. അതൊന്നും ടേസ്റ്റിനെ എഫക്റ്റ് ചെയ്യില്ല കേട്ടോ. ഇനി ഈ പച്ചമുളകും വേപ്പിലയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 1-2 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അത്ര മതി. അതിനുശേഷം ഇത് നമുക്ക് കോരി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതുപോലെ തന്നെ ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ
ഓരോരോ സെറ്റായിട്ട് ഇതുമാതിരി കുറച്ച് കുറച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ പക്കോട റെഡി ആയിട്ടുണ്ട്. ഇനി ഈ പക്കോടയോടൊപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി കോമ്പിനേഷനാണ് പുതിനയും മല്ലിയുടെ ഇലയൊക്കെ ഇട്ടിട്ടുള്ള ഒരു മിൻറ്റ് ചട്നി. അത് നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. അത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം നോക്കാം. ഇതൊക്കെയാണ് നമുക്ക് പുതിന ചട്നി ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് മല്ലിയില എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് പുതിന, 2 to 4 കഷ്ണം വെളുത്തുള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. വെളുത്തുള്ളിയുടെ ടേസ്റ്റ് അധികം ഇഷ്ടമല്ലെങ്കിൽ ഒരു 1-2 എടുത്താൽ മതി. അതുപോലെ തന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, അത് ചെറിയ പീസുകളാക്കിയിട്ട് മുറിച്ചിട്ട് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ നല്ല ജീരകം എടുക്കുന്നുണ്ട്. 1/2 to 1/4 ടീസ്പൂൺ വരെ ചാറ്റ് മസാല ചേർത്ത് കൊടുക്കാം. ചിലവർക്ക് ചാറ്റ് മസാലയുടെ ടേസ്റ്റ് അധികം ഇഷ്ടമുണ്ടാവില്ല, അപ്പോൾ ഒരു നുള്ളി ഇട്ട് കൊടുത്താൽ മതി. 1/4 ടീസ്പൂൺ ഉപ്പും കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊരു എന്താ പറയുക, ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും 1 ടീസ്പൂൺ തൈര് കൂടെ ചേർത്തിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊക്കെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഇതൊക്കെ നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അധികം വെള്ളം കൂടാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതിനുശേഷം നമുക്കൊരു 2 വലിയ ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. കട്ടകളൊന്നും ഇല്ലാതെ നല്ല ഒന്ന് നമ്മളൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ അത് കട്ടകളൊന്നും ഇല്ലാതെ വരും. അതിലേക്ക് നമുക്ക് അരച്ചു വച്ചിരിക്കുന്ന പുതിന ഇലയുടെയും മല്ലിയിലയുടെയും ഒക്കെ മിക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ സമയത്ത് നോക്കിയിട്ട് ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മിൻറ്റ് ചട്നിയും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടിയിട്ട് കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവരും ചിക്കൻ പക്കോടയും മിൻറ്റ് ചട്നിയും ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.